നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ 1 കിലോ ചിക്കനിലേക്ക് അധികം പുളിയില്ലാത്ത തൈരും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ വെക്കാം. ഈ ടൈമിൽ നമുക്ക് സവാള കനം കുറച്ച് അരിഞ്ഞെടുക്കാം. മീഡിയം സൈസിലുള്ള 7 സവാള എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 5 സവാള വറുത്തെടുക്കാം. വറുത്തെടുത്ത സവാള അതിൻ്റെ ക്രിസ്പി പോകുന്നതിന് മുമ്പ് കൈ വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു കടായി ചൂടാക്കി സവാള വറുത്ത ഓയിലിൽ നിന്നും കുറച്ച് ഓയിൽ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് കടായിലേക്കിട്ട് അര മിനിറ്റ് വഴറ്റിയതിനു ശേഷം 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും ഉപ്പും കറിവേപ്പിലയും കൂടി കടായിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴണ്ടി ഈ പാകമാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കടായിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികൾ മൂത്ത് വരുമ്പോൾ മീഡിയം സൈസിലുള്ള 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് തക്കാളി മൂടി വെച്ച് വേവിക്കണം. തക്കാളി നന്നായി വെന്തുടഞ്ഞു വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് ചിക്കൻ വേവിക്കണം. ചിക്കൻ വെന്തതിന് ശേഷം വറുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ വീതം പെരിഞ്ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് പരുവത്തിലാക്കണം. അവസാനമായി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യാം. ചോറ്, ചപ്പാത്തി, നെയ്ച്ചോറ് ഇങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ചിക്കൻ ചുക്ക.